friends, good morning. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ പവർ സീരീസിനെ പറ്റിയിട്ടായിരുന്നു. പവർ സീരീസിൽ ലാസ്റ്റ് നമ്മളൊരു തിയറം പ്രൂവ് ചെയ്തു. കുറച്ച് ലിമിറ്റ് സുപ്രീമം, ലിമിറ്റ് ഇൻഫിമം എന്നുള്ള ഡെഫിനിഷൻസ് ഒക്കെ നിങ്ങളോട് വായിക്കാൻ പറഞ്ഞിരുന്നു. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഒരു പവർ സീരീസ് എന്ന് പറഞ്ഞാൽ summation n equal to 0 to infinity an z minus a whole power n. ഈ ഫോർമാറ്റിലുള്ള ഇൻഫൈനൈറ്റ് സീരീസിനെയാണ് നമ്മൾ പവർ സീരീസ് എന്ന് വിളിക്കുന്നത്. പവർ സീരീസ് അബൌട്ട് ദ പോയിന്റ് എ. ഈ സീരീസിലെ എ എൻ എന്നുള്ള സീക്വൻസ് ആയിട്ട് ഞാൻ എ എൻ എന്നുള്ളത് കോൺസ്റ്റന്റ് സീക്വൻസ് ആയിട്ട് 1 കൊടുത്തു. എ എൻ ഈസ് ദ കോൺസ്റ്റന്റ് സീക്വൻസ് 1. എല്ലാ ടേംസും 1 ആണ്. ആൻഡ് എറൌണ്ട് ദ പോയിന്റ് എ എന്നുള്ളതിന് പകരം എ എന്നുള്ള പോയിന്റ് ആയിട്ട് ഞാൻ 0 എന്നുള്ള പോയിന്റും അസ്യൂം ചെയ്തു. ലെറ്റ് us assume the sequence is 1, the sequence 1 and the point is a equal to 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്ന ഗിവൺ സീരീസ് ആരായിട്ട് മാറും? സമ്മേഷൻ n equal to 0 to infinity an 1 ആണ്, z മൈനസ് a 0 ആണ്, z പവർ n വരും. സമ്മേഷൻ n equal to 0 to infinity z പവർ n. ഈ സീരീസ് നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുള്ള സീരീസ് ആണ്. ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് ചെയ്താൽ n equal to 0 എടുക്കുമ്പോൾ 1 വരും. 1 പ്ലസ് z സ്ക്വയർ പ്ലസ് z ക്യൂബ് പ്ലസ് എക്സെട്ര. നമ്മൾ ഈ സീരീസിന് വിളിക്കുന്ന പേരാണ് ഇസ് എ ജിയോമെട്രിക് സീരീസ്. നമ്മൾ പെർട്ടിക്കുലർ ആയിട്ട് പല സീരീസുകൾ പഠിച്ചിരിക്കണം. അതിലൊരു പ്രധാനപ്പെട്ട ഒരു സീരീസ് ആണ് ജിയോമെട്രിക് സീരീസ്. എന്തായാലും ഒരു സീരീസ്, സീക്വൻസ്, ഈ രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡീൽ ചെയ്യുന്നത് അതിന്റെ കൺവേർജൻസിനെ പറ്റിയിട്ടാണ്. സമ്മേഷൻ n equal to 0 to infinity z പവർ n എന്നുള്ള ഒരു സീരീസ് നമ്മളെ കയ്യിലുണ്ട്. ആ സീരീസിന്റെ കൺവേർജൻസിനെ പറ്റിയിട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഒരു സീരീസിന്റെ കൺവേർജൻസ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺസ്ട്രക്ട് ചെയ്തിട്ട് ആ സീക്വൻസിന്റെ കൺവേർജൻസ് പറയും. സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവേർജന്റ് ആണെങ്കിൽ സീരീസ് കൺവേർജന്റ് ആണ്. സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവേർജന്റ് അല്ലെങ്കിൽ സീരീസ് കൺവേർജന്റ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ പറയാറ്, ഡെഫിനിഷൻ ആയിട്ട് പറയാറ്. അപ്പോ ഈ ഒരു സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തുണ്ടാക്കണം? ലെറ്റ് എസ് എൻ ബി ദ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കറസ്പോണ്ടിങ് ടു ദ സീരീസ് സമ്മേഷൻ n equal to 0 to infinity z പവർ n. എസ് എൻ എന്നുള്ളത് ഈ സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ആണ്. അപ്പൊ എസ് നോട്ട് എന്ത് വരും? എസ് നോട്ട് ഈക്വൽ ടു 1, എസ് വൺ ഈക്വൽ ടു 1 പ്ലസ് n, 1 പ്ലസ് z. എന്നിന് 0 എടുക്കുമ്പോ z പവർ 0, അതായത് ഈ ടേം ഇതാ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി z പവർ n ആണ്. ഈ ടേംസ് ഇത്രയും വരും. n ഈക്വൽ ടു 0 ടു 0 വരും. എസ് നോട്ട് എന്ന് പറഞ്ഞാൽ 0 മുതൽ 0 വരെ ടേംസ് 1 ആയിട്ട് മാറും. n ഈക്വൽ ടു 0 കൊടുക്കുക. ഇനി അടുത്തത് 0യും 1ഉം കൊടുക്കുമ്പോ 1 പ്ലസ് z വരും. എസ് ടു എന്നുള്ളത് ആരായിട്ട് മാറും? 1 പ്ലസ് z സ്ക്വയർ ആയിട്ട് മാറും. എക്സെട്ര. എസ് എൻ എന്നുള്ളത് ആരായിട്ട് മാറും? 1 പ്ലസ് z സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് z പവർ n. Now we have to find the limit of the sequence of partial sum Sn. That means limit n tending to infinity Sn. എന്ത് വരും? ലിമിറ്റ് n tending to infinity 1 പ്ലസ് z സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് z പവർ n. നമുക്കറിയാം ഈ സീരീസ് എന്ത് സീരീസ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇറ്റ്സ് എ ജിയോമെട്രിക് സീരീസ്. നമ്മൾ ജിയോമെട്രിക് സീരീസിന്റെ സമ്മ് കാണാൻ വേണ്ടിയിട്ട് ഒരു ജിയോമെട്രിക് സീരീസ്, ഇൻഫൈനൈറ്റ് സീരീസ് തന്നാൽ അതിന്റെ n ടേംസിന്റെ സമ്മ് കാണാനുള്ള ഫോർമുലയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. നമുക്കറിയാവുന്ന നമ്മൾ പഠിച്ച ഫോർമുലയാണ്. എ എന്നുള്ളത് അതിന്റെ ഇനീഷ്യൽ ടേം, ഫസ്റ്റ് ടേം ആണെങ്കിൽ എ ഫസ്റ്റ് ടേം, ആർ ഈസ് ദ കോമൺ റേഷ്യോ, n number of terms, then Sn equal to a into 1 minus r raised to n divided by 1 minus r. ഇതാണ് ഒരു ജിയോമെട്രിക് സീരീസിന്റെ സമ്മ് കാണാനുള്ള ഫോർമുല. അപ് ടു ദ നമ്പർ ഓഫ് ടേംസ് n നമ്പർ ഓഫ് ടേംസ് ഉള്ള ജിയോമെട്രിക് സീരീസിന്റെ ഫസ്റ്റ് n ടേംസിന്റെ സമ്മ് കാണാനുള്ള ഫോർമുലയാണ് ഞാൻ ഇവിടെ എഴുതിയത്. വിത്ത് കോമൺ റേഷ്യോ r ആൻഡ് വിത്ത് ഫസ്റ്റ് ടേം a. ഇവിടെ നമ്മളെ കയ്യിൽ എത്ര ടേംസ് ഉണ്ട്? z മുതൽ z റേസ് ടു n വരെ n ടേംസും ഇത്രയും ടേംസ് n ടേംസും പ്ലസ് ഒരു ആളും കൂടി കൂട്ടി n പ്ലസ് 1 ടേംസ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ സംബന്ധമായിട്ട് മാറും. ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി, എ എന്നുള്ളത് 1 ആണ്, എ ഇൻറ്റു 1 മൈനസ്
ആർ ആരാണ്? സെഡ് ആണ്. സെഡ് പവർ എൻ ഡിവൈഡഡ് ബൈ 1 മൈനസ് സെഡ് പവർ എൻ അല്ല, എത്ര ടേംസ് ഉണ്ട് ടോട്ടലി? n+1 ടേംസ് ഉണ്ട്. അതുകൊണ്ട് സെഡ് പവർ n+1 ഡിവൈഡഡ് ബൈ 1 മൈനസ് സെഡ്. അപ്പൊ നമ്മള് സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മിന്റെ ലിമിറ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തപ്പോ കിട്ടിയത് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1 മൈനസ് സെഡ് പവർ n+1 ഡിവൈഡഡ് ബൈ 1 മൈനസ് സെഡ്. ഇനി ഇയാളുടെ ലിമിറ്റ് ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഇയാളുടെ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? സെഡ് പവർ എന്നിന്റെ ലിമിറ്റിനെ പറ്റിയിട്ടാണ് നമുക്ക് അറിയേണ്ടത്. സെഡ് പവർ n+1 നമുക്ക് സെഡ് പവർ n ഇൻറ്റു സെഡ് എന്നുള്ള രൂപത്തിൽ എഴുതാം. അപ്പൊ സെഡ് പവർ n+1 n ഇൻഫിനിറ്റിക്ക് പോകുമ്പോ n+1 ഇൻഫിനിറ്റിക്ക് പോയിക്കോളും. അപ്പൊ സെഡ് പവർ എന്നിന്റെ ലിമിറ്റ് എന്താണോ അയാൾ തന്നെ ആയിരിക്കും സെഡ് പവർ n+1 ലിമിറ്റും വരും. ലിമിറ്റ് n ടെൻഡ് ഇൻറ്റു ഇൻഫിനിറ്റി ആകുമ്പോൾ ലിമിറ്റ് n+1 ഇൻഫിനിറ്റിയിലേക്ക് തന്നെ പോകും. നൗ വാട്ട് അബൌട്ട് ലിമിറ്റ് n ടെൻഡ് ഇൻറ്റു ഇൻഫിനിറ്റി സെഡ് പവർ n? ഇതിനെ നമ്മൾ 3 കേസസ് ആയിട്ട് പറയുന്നുണ്ട്. സെഡ് പവർ എന്നിന്റെ ലിമിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. എപ്പോ? മോഡ് സെഡ് ലെസ് ദാൻ 1 ആവുന്ന സമയത്ത്. ആൻഡ് ഇഫ് മോഡ് സെഡ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ഇറ്റ് ഈസ് ഇൻഫിനിറ്റി. ആൻഡ് ഇഫ് മോഡ് സെഡ് ഈക്വൽ ടു 1 ആൻഡ് സെഡ് നോട്ട് ഈക്വൽ ടു 1, അതായത് സെഡ് 1 ആവുന്ന സമയത്ത് അതിന്റെ മോഡ് 1 ആണ്. സെഡ് 1 അല്ലാത്ത സമയത്ത് 1 റേഡിയസ് ഉള്ള സർക്കിളിലുള്ള പോയിന്റ്സ് എടുത്താൽ അതിന്റെ മോഡുലസും 1 ആയിരിക്കും. അത്തരത്തിൽ 1 അല്ലാത്ത മോഡ് സെഡ് 1 ആയിട്ടുള്ള പോയിന്റ്സിൽ ഇൻഫിനിറ്റി. Therefore ഈ സാധനം നമുക്ക് ഇവിടെ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്ത് എന്ത് വരും? ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി Sn ഈക്വൽ ടു മൂന്ന് കേസസ് ആയിട്ട് മോഡ് സെഡ് ലെസ് ദാൻ 1 വരും. ഇതേപോലെ പറയുമ്പോൾ സെഡ് പവർ എന്നിന്റെ ടേം ആണ്, ഇവിടെ സെഡ് പവർ n+1 ടേം ആണ്. അതുകൊണ്ട് മോഡ് സെഡ് ലെസ് ദാൻ വരും, മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ 1 വരും, സെഡ് ഈക്വൽ ടു 1. വാട്ട് അബൌട്ട് മോഡ് സെഡ് ലെസ് ദാൻ 1? മോഡ് സെഡ് ലെസ് ദാൻ 1ൽ സെഡ് പവർ n എങ്ങോട്ട് പോകുന്നുണ്ട്? 0ലേക്ക് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സെഡ് പവർ n 0ലേക്ക് പോകുന്നുണ്ടെങ്കിൽ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി Sn കാണുമ്പോൾ ഇവിടെ നമ്മൾ എഴുതിയതിൽ ഇവാലുവേറ്റ് ചെയ്താൽ സെഡ് പവർ n+1 എങ്ങോട്ട് പോകും? 0ലേക്ക് പോകും. പിന്നെ ബാക്കിയുള്ളതാരാ? 1/1 മൈനസ് സെഡ്. 1/1 മൈനസ് സെഡ്. മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ 1 ആവുന്ന സമയത്ത് സെഡ് പവർ n എന്ത് വരും? ഇൻഫിനിറ്റിയിലേക്ക് പോകും. Therefore ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി Sn പവർ n ഇൻഫിനിറ്റി ആയിട്ട് മാറും. z ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് Sn ആരായിട്ട് മാറും? z 1 എടുക്കുമ്പോ 1 1 എക്സെട്ര n വൺസ് വരും. Sn ആരായിട്ട് മാറും? z ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് Sn ഈക്വൽ ടു n+1 വരും. അതിൽ n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോഴും ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. Therefore limit of n tending to infinity Sn equal to 1/1 minus z if mod z less than 1 and diverges for mod z greater than 1. അപ്പൊ നമ്മളൊരു പവർ സീരീസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തു. അതിന്റെ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എ എന്നുള്ളത് ആരാക്കി കൊടുത്തു? 0 ആക്കി കൊടുത്തു. ആൻഡ് എ എന്നുള്ള സീക്വൻസ് ആരാക്കി കൊടുത്തു? കോൺസ്റ്റന്റ് സീക്വൻസ് ആയിട്ടുള്ള സീക്വൻസ് 1 ആക്കിയിട്ട് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടി? ഒരു നമ്പർ കിട്ടി. ആ നമ്പർ മോഡുലസ് ആ നമ്പറിനേക്കാൾ ചെറുതാവുന്ന ബാക്കിയുള്ള എല്ലാ പോയിന്റിലും തന്ന ഗിവൺ സീരീസ് കൺവേർജന്റ് ആണ്. ആ നമ്പറിന്റെ മോഡുലസിനേക്കാൾ മോഡുലസ് വരുന്ന ബാക്കി എല്ലാ സെഡിലും തന്ന സീരീസ് എന്താണ്? ഡൈവേർജന്റ് ആണ്. അപ്പൊ നമ്മളൊരു പെർട്ടിക്കുലർ എക്സാമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു നമ്പർ കിട്ടി. ആ നമ്പറിന്റെ പ്രത്യേകത, ആ നമ്പർ ഫിക്സ് ചെയ്തിട്ട് ആ നമ്പറിനേക്കാൾ ചെറിയ മോഡുലസ് ഉള്ള, ആ നമ്പറിനേക്കാൾ ചെറിയ നമ്പർ എന്ന് പറയുന്നത് കോംപ്ലക്സിൽ നമുക്ക് പോസിബിൾ അല്ല. കോംപ്ലക്സ് ആണ് നമ്പർ കമ്പാരിസൺ പോസിബിൾ അല്ല. പക്ഷെ റിയലിൽ നമുക്ക് നമ്പർ കമ്പാരിസൺ ചെയ്യാം. കോംപ്ലക്സിനെ നമ്പർ ആക്കി മാറ്റാൻ അല്ലെങ്കിൽ റിയലിലേക്ക് കൊണ്ടുവരാൻ മോഡുലസ് അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഒരു നമ്പർ കിട്ടി. ആ നമ്പറിന്റെ മോഡുലസിനേക്കാൾ മോഡുലസ് ചെറുതായിട്ടുള്ള എല്ലാ കോംപ്ലക്സ് നമ്പേഴ്സിനും തന്ന ഗിവൺ സീരീസ് എന്താണ്? കൺവേർജ് ചെയ്യുന്നു. ആ നമ്പറിനേക്കാൾ മോഡുലസ് കൂടുതലായിട്ടുള്ള എല്ലാ സെഡിലും തന്ന സീരീസ് എന്ത് ചെയ്യുന്നു? ഡൈവേർജ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇത്തരത്തിലൊരു നമ്പർ കിട്ടി. ഇതേപോലെ നമ്മൾ ഏതൊരു പവർ സീരീസ് എടുത്താലും, ജനറലി പവർ സീരീസിന്റെ ഫോർമാറ്റ് ആയിട്ട് നമ്മൾ ഓൾറെഡി എഴുതിയ ഫോർമാറ്റ് എന്താണ്?
അല്ലെങ്കിൽ നമ്മൾ പവർ സീരീസ് എന്ന് വിളിക്കുന്നത് സമ്മേഷൻ n equal to 0 to infinity an summation n equal to 0 to infinity an z minus a whole power n is the power series about the point a. ഇത്തരത്തിൽ ഏതൊരു പവർ സീരീസ് തന്നാലും, ഇപ്പൊ നമ്മൾ പെർട്ടിക്കുലർ ആയിട്ട് സമ്മേഷൻ n equal to 0 to infinity z power n എന്നുള്ള ഒരു സീരീസ് കണ്ടു. ഇയാള് പവർ സീരീസ് ആണ് വിത്ത് കോൺസ്റ്റന്റ് an is the constant sequence 1, a is the point 0. ഈ സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? ഒരു നമ്പർ കിട്ടി, z equal to 1. ആ z ന്റെ പ്രത്യേകത മോഡ് z ലെസ് ദാൻ 1 ആവുന്ന സമയത്ത് ഇത് സീരീസ് കൺവേർജന്റ് ആയിരുന്നു. മോഡ് z ഗ്രേറ്റർ ദാൻ 1 ആവുന്ന സമയത്ത് സീരീസ് എന്തായിരുന്നു? ഡൈവേർജന്റ് ആയിരുന്നു. അപ്പൊ ഇതൊരു പെർട്ടിക്കുലർ എക്സാമ്പിൾ ആണ്. ഇതേപോലെ നമുക്ക് ഏതൊരു പവർ സീരീസ് തന്നാലും, ഇത്തരത്തിൽ ജനറലി ഒരു പവർ സീരീസ് തന്നാൽ ആ സീരീസിന് എബൌട്ട് ആയിട്ടും നമുക്ക്, അല്ലെങ്കിൽ ആ സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്കൊരു നമ്പർ 6 ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഒരു പെർട്ടിക്കുലർ റിയൽ നമ്പർ 6 നമുക്ക് ഫൈൻഡ് ചെയ്യാം. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് z മൈനസ് എ ലെസ് ദാൻ 6 ആവുന്ന റീജിയണിൽ, അത് മോഡ് z മൈനസ് എ ലെസ് ദാൻ 6 എന്ന് പറഞ്ഞാൽ എന്താ സാധനം? എ എന്നുള്ള ഒരു പോയിന്റ്, എ എന്നുള്ള പോയിന്റിന് അറൌണ്ട് ആയിട്ട് 6 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ എടുക്കാം. ഒരു ഡിസ്ക് എടുത്താല് ആ ഡിസ്കിന്റെ ഉള്ളിലുള്ള പോയിന്റ്സ് ആണ് മോഡ് z മൈനസ് എ ലെസ് ദാൻ 6 പോയിന്റ്സ്. ആ പോയിന്റ്സിൽ മൊത്തം തന്ന സീരീസ് എന്തായിരിക്കും? കൺവേർജന്റ് ആയിരിക്കും. ആൻഡ് മോഡ് z മൈനസ് എ ഗ്രേറ്റർ ദാൻ 6 എന്നുള്ള ഒരു സീരീസ് തരും. ആ സീരീസ് അല്ല, മോഡ് z മൈനസ് എ ഗ്രേറ്റർ ദാൻ 6 എന്നുള്ള റീജിയൻ, അതായത് ആ ഡിസ്കിന് 6 റേഡിയസ് ഉള്ള ഡിസ്കിന് പുറത്തുള്ള റീജിയനിൽ തന്ന സീരീസ് എന്തായിരിക്കും? ഡൈവേർജന്റ് ആയിരിക്കും. അത്തരത്തില് ഇവിടെ നമ്മൾ മോഡ് z മൈനസ് എന്ന് എഴുതാൻ കാരണം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ എഴുതിയത്. ഇത് മോഡ് z ലെസ് ദാൻ 1 എന്നുള്ള സാധനത്തിന് നമുക്ക് മോഡ് z മൈനസ് 0 ലെസ് ദാൻ 1 എന്ന് കറസ്പോണ്ടിങ് ആയിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഏതൊരു പവർ സീരീസ് തന്നാലും, ഈ ജനറൽ ഫോർമാറ്റിലുള്ള ഏതൊരു പവർ സീരീസ് എബൌട്ട് എ പോയിന്റ് എ തന്നാലും നമുക്ക് ആ എ എന്നുള്ള പോയിന്റിന്, അല്ലെങ്കിൽ ആ പവർ സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഫിക്സഡ് റിയൽ നമ്പർ 6 കാണാൻ പറ്റും. 6ന്റെ വേരിയേഷൻ ഇൻഫിനിറ്റിയും ആവാം, 0ലേക്കും പോവാം. r is varying from 0 to infinity. 0 ആവും ചെയ്യാം, ഇൻഫിനിറ്റി ആവും ചെയ്യാം. ഫൈനൈറ്റ് നമ്പർ ആവണമെന്നൊരു നിർബന്ധമില്ല. ഇൻഫിനിറ്റി ആവുന്ന കേസിൽ നമ്മൾ അത്തരം ഫംഗ്ഷൻസിന് എൻഡയർ ഫംഗ്ഷൻസ് എന്ന് പറയും. നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതായിരുന്നു, എൻഡയർ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ റീജിയനിലും അനാലിറ്റിക് ആയിരിക്കണം. അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. r ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി ആൻഡ് r ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അത്തരത്തിലൊരു റിയൽ നമ്പർ 6 നമുക്ക് ഏതൊരു പവർ സീരീസ് തന്നാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. സച്ച് ദാറ്റ് എ എന്നുള്ള പോയിന്റിന് അറൌണ്ട് ആയിട്ട് നമ്മളൊരു എ എന്നുള്ള പോയിന്റിന് അറൌണ്ട് ആയിട്ട് നമ്മളൊരു 6 റേഡിയസ് ഉള്ള ഡിസ്ക് കൺസിഡർ ചെയ്താല് അതിന്റെ ഉള്ളിലുള്ള എല്ലാ പോയിന്റിലും തന്ന സീരീസ് കൺവേർജന്റ് ആയിരിക്കും. അതിന്റെ പുറമുള്ള പോയിന്റിൽ മൊത്തം തന്ന സീരീസ് ഡൈവേർജന്റ് ആയിരിക്കും. അത്തരത്തിൽ നമുക്കൊരു 6 ഫൈൻഡ് ചെയ്യാം. ആ റീജിയനിൽ നമ്മളെ സർക്കിളിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റൂല. സർക്കിളിന്റെ ഉള്ളിലത്തെയും സർക്കിളിന്റെ പുറത്തെയും പോയിന്റ്സിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോ പറഞ്ഞത്. അത്തരത്തിലൊരു നമ്പർ കൺസ്ട്രക്ട് ചെയ്യാൻ, നമ്പർ ഏതൊരു പവർ സീരീസിന് എബൌട്ട് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യും. ആ നമ്പറിനെ നമ്മൾ വിളിക്കും റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് ദി പവർ സീരീസ്. അപ്പൊ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആണ് നമ്മൾ പറഞ്ഞത്. റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ ഒരു റിയൽ നമ്പർ 6 ആണ്. സച്ച് ദാറ്റ് മോഡ് z മൈനസ് എ ലെസ് ദാൻ 6 ആവുന്ന റീജിയനിൽ തന്ന ഗിവൺ പവർ സീരീസ് കൺവേർജന്റ് ആയിരിക്കണം. മോഡ് z മൈനസ് എ ഗ്രേറ്റർ ദാൻ 6 ആവുന്ന റീജിയനിൽ ദ ഗിവൺ സീരീസ് ഡൈവേർജന്റ് ആയിരിക്കും. 6ന്റെ വാല്യൂ 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏത് നമ്പറും വരാം. ഇനി നമുക്ക് ഇവിടെ ഒരു റീജിയൻ കൺസിഡർ ചെയ്തു. മോഡുലസ് ഓഫ് z മൈനസ് എ ലെസ് ദാൻ 6, അതായത് ഈ ഡിസ്കിന്റെ ഉള്ളിലുള്ള ഒരു റീജിയൻ. അതിനെ നമ്മൾ റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് വിളിക്കും. 2 ടേംസ് ആണ് പറഞ്ഞത്. ഒന്ന് റേഡിയസ് ഓഫ് കൺവേർജൻസ്, 2 റീജിയൻ ഓഫ് കൺവേർജൻസ്. ഇനി വേറൊരു ടേമും കൂടി പറയാം. ഈ ഒരു സർക്കിൾ 6 റേഡിയസ് ഉള്ള സർക്കിളിനെ നമ്മൾ സർക്കിൾ ഓഫ് കൺവേർജൻസ് എന്നും വിളിക്കും. അപ്പൊ 3 ടേംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. റേഡിയസ് ഓഫ് കൺവേർജൻസ്, റീജിയൻ ഓഫ് കൺവേർജൻസ്, സർക്കിൾ ഓഫ് കൺവേർജൻസ്. ഇനി നമ്മളുടെ അൾട്ടിമേറ്റ് എയിം
ഇത്തരത്തിൽ ഏതൊരു പവർ സീരീസ് തന്നാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റണം? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയസ് ഓഫ് കൺവേർജൻസ് ഫൈൻഡ് ചെയ്യാന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് തൊട്ടടുത്ത തൊട്ടടുത്ത തിയറമായിട്ട് ആ തിയറമാണ് പറയുന്നത്. തിയറം പറയുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ആ റേഡിയസ് ഓഫ് കൺവേർജൻസ് കാണാനുള്ള ഫോർമുല ജസ്റ്റ് ഒന്ന് എഴുതാം. 1/r ഈസ് ഈക്വൽ ടു ലിമിറ്റ് സുപ്പ്, നമ്മൾ ലിമിറ്റ് സുപ്രീമം കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് വായിക്കാൻ പറഞ്ഞതായിരുന്നു, an ഹോൾ പവർ 1/n. 1/r ഈസ് ഈക്വൽ ടു ലിമിറ്റ് സുപ്രീമം ഓഫ് മോഡ് an പവർ 1/n. അപ്പൊ ഏതൊരു പവർ സീരീസ് ഒരു ജനറൽ ഫോർമാറ്റിൽ ഈ ഫോർമാറ്റിലുള്ള ഒരു പവർ സീരീസ് തന്നാൽ എബൌട്ട് ദ പോയിന്റ് എ തന്നാൽ നമുക്ക് റേഡിയസ് ഓഫ് കൺവേർജൻസ് കാണാനുള്ള ഫോർമുലയാണ് 1/r ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി സുപ്രീമം ഓഫ് മോഡ് an പവർ 1/n. ഈ ഇക്വേഷനെ നമ്മൾ കോഷി ഹഡമാർഡ് ഫോർമുല എന്ന് വിളിക്കും. അപ്പൊ കോഷി ഹഡമാർഡ് ഫോർമുല പറയുന്നത് റേഡിയസ് ഓഫ് കൺവേർജൻസ് കാണാനുള്ള ഫോർമുലയാണ് 1/r ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി സുപ്രീമം ഓഫ് മോഡ് an പവർ 1/n. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ കോഷി ഹഡമാർഡ് ഫോർമുലയാണ്. അതായത് കോഷി ഹഡമാർഡ് ഫോർമുല 1/r ഗിവൺ ആയിരിക്കും. ആ 1/r അല്ല, r എന്നുള്ളൊരു നമ്പർ നമ്മൾ ഡിഫൈൻ ചെയ്യും. ഇത്തരത്തിലൊരു നമ്പർ ഡിഫൈൻ ചെയ്യും. അത് ഡിഫൈൻ ചെയ്തതിനു ശേഷം നമ്മൾ പറയും മോഡ് z മൈനസ് എ ലെസ് ദാൻ ആർ ആവുന്ന പോയിന്റിൽ കൺവേർജന്റ് ആണ്, മോഡ് z മൈനസ് എ ഗ്രേറ്റർ ദാൻ ആർ ആവുന്ന പോയിന്റിൽ ഡൈവേർജന്റ് ആണെന്നുള്ള രൂപത്തിൽ നമ്മൾ അടുത്തൊരു തിയറം പറയുന്നുണ്ട്. ആ തിയറത്തിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമുക്ക് റേഡിയസ് ഓഫ് കൺവേർജൻസ് കാണാനുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ഈ തിയറത്തിന്റെ പ്രൂഫും അത് കഴിഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് 1/r റേഡിയസ് ഓഫ് കൺവേർജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് തിയറംസ് നമ്മുടെ ബുക്കിൽ പറയുന്നുണ്ട്, കുറച്ച് പ്രൊപ്പോസിഷൻസും കാര്യങ്ങളും, അതും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഇതൊന്ന് എക്സാമ്പിൾ ഒന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് ഈ 1/r കാണുന്നതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഫൈൻഡ് the radius of convergence of the power series summation n equal to 0 to infinity 4n power 4 minus n cube plus 3 into z power n. an എന്നുള്ള സീക്വൻസ് ആയിട്ട് നമുക്ക് തന്നത് സീക്വൻസ് an ഈക്വൽ ടു 4n പവർ 4 മൈനസ് n ക്യൂബ് പ്ലസ് 3 a എന്നുള്ള പോയിന്റ് 0 ആണ്. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്നാണ് പറഞ്ഞത്. നമ്മുടെ കോഷി ഹഡമാർഡ് ഫോർമുല പ്രകാരം ആൻസർ കോഷി ഹഡമാർഡ് ഫോർമുല r എന്താണ് നമുക്കറിയാം. 1/r ഈസ് ഈക്വൽ ടു ലിമിറ്റ് സുപ്രീമം ഓഫ് മോഡ് an പവർ 1/n. ലിമിറ്റ് സുപ്രീമം കാണാൻ ലിമിറ്റ് പോയിന്റ്സ് കണ്ടിട്ട് അതിന്റെ സുപ്രീമം കണ്ടാൽ മതി. നമ്മളൊരു റിസൾട്ടിലൂടെ പോവാണ്. ഇനി ഈ തിയറം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കോഷി ഹഡമാർഡ് ഫോർമുലന്റെ പ്രൂഫ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ആ തിയറം കഴിഞ്ഞ ഉടനെ തന്നെ മറ്റൊരു റിസൾട്ട് പറയുന്നുണ്ട്. ആ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. റിസൾട്ട് പറയുന്നത് ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് എ പവർ സീരീസ് summation n equal to 0 to infinity an z minus z naught power n is determined by 1/r is equal to limit mod an power 1/n or 1/r is equal to limit modulus of an plus 1/an. Provided, ഈ കണ്ടീഷൻ ഇമ്പോർട്ടന്റ് ആണ്, provided the limit exist. അതായത് 1/r is equal to limit n tending to infinity modulus of an plus 1/an അല്ലെങ്കിൽ റൂട്ട് ടെസ്റ്റ് ആയിട്ടുള്ള ലിമിറ്റ് n tending to infinity modulus of an പവർ 1/n. ഇതിൽ രണ്ടാൽ ഒരാൾ എന്ത് കണ്ടാൽ മതി?
റേഡിയസ് ഓഫ് കൺവേർജൻസ് കാണാൻ വേണ്ടിയിട്ട് ഈ രണ്ടാലും ഒരു ഫോർമുല യൂസ് ചെയ്താൽ മതി. പ്രൊവൈഡഡ് ദ ലിമിറ്റ് എക്സിസ്റ്റ്. അപ്പൊ ഈ റിസൾട്ട് വെച്ചിട്ട് നമ്മൾ ഈ ഇവാലുവേറ്റ് ചെയ്യുക, 1/r ഇവാലുവേറ്റ് ചെയ്യുക, ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി റേഷ്യോ ടെസ്റ്റ് പ്രകാരമുള്ള ഈ ടെസ്റ്റ് പ്രകാരം 1/r ഫൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ റൂട്ട് ലിമിറ്റ് പ്രകാരം ഈ 1/r ഫൈൻഡ് ചെയ്യുക. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, ഈ ഒരു രൂപത്തിൽ നമുക്ക് ലിമിറ്റ് കിട്ടുന്നില്ല എന്ന് എഴുതുക. ചിലപ്പോ ചില സീക്വൻസുകൾ, നമ്മളൊരു എക്സാമ്പിൾ പറയും, ചില സീക്വൻസുകളിൽ നമ്മൾ 2 ലിമിറ്റ് പോയിന്റ്സ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യാം. അപ്പൊ 2 ലിമിറ്റ് പോയിന്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1/rന്റെ ലിമിറ്റ് കിട്ടൂല. 1/rന്റെ ലിമിറ്റ് കിട്ടണില്ല എന്ന് കരുതിയപ്പോൾ നമ്മൾ എന്ത് പറയാൻ പാടില്ല, റേഡിയസ് ഓഫ് കൺവേർജൻസ് ഫൈൻഡ് ചെയ്യാൻ പറ്റൂല, റേഡിയസ് ഓഫ് കൺവേർജൻസ് കാണാൻ പറ്റൂല, അതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് നമുക്ക് കോഷി-ഹഡമാഡ് തിയറം ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടൂല എന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്ത് പോകരുത്. അത്തരം കേസസിൽ നമ്മൾ ഇയാളിലേക്ക് പോകണം. ഇത് പ്രകാരം എന്തായാലും എന്ത് കിട്ടും, 1/r കിട്ടും. കാരണം നമ്മൾ 1/r ഇസ് ഈക്വൽ ടു ലിമിറ്റ്സ് മോഡ് an പവർ 1/n ആക്കി ഡിഫൈൻ ചെയ്തിട്ട് അതിന്റെ ഉള്ളിലുള്ള റീജിയനിൽ കൺവേർജന്റ് ആണെന്നാണ് നമ്മൾ പറയാൻ പോണത്. പറയേണ്ടിയിരുന്ന റിസൾട്ടിൽ പറയുന്നത്, അതായത് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഇനി പറയാനുള്ള റിസൾട്ട് ആണ്. ആ റിസൾട്ട് പറയുന്നത് ഇയാളെ നമ്മൾ അങ്ങോട്ട് ഡിഫൈൻ ചെയ്യും. അത് ഡിഫൈൻ ചെയ്തതിനു ശേഷം പറയും മോഡ് z-a ലെസ് ദാൻ r ആവുന്ന റീജിയനിൽ ദ ഗിവൺ സീരീസ് കൺവേർജന്റ് ആണെന്ന് പറയും. അത്തരം നമ്പറിനെയാണ് റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ 6 നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ട് അത് പ്രൂവ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ ഈ റിസൾട്ട് പ്രകാരം എന്തായാലും 1/r, അതായത് റേഡിയസ് ഓഫ് കൺവേർജൻസ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ലിമിറ്റോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ട് തന്നെ എന്ത് കാണാൻ പറ്റും, 1/r കാണാൻ പറ്റും. ലിമിറ്റ് സുപ്രീമം കാണേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഈ റിസൾട്ട് പറയുന്നത്. അപ്പൊ ആ റിസൾട്ട് നമുക്ക് നേരെ പോയിട്ട് ഇത് മറന്നു പോകരുത്. അതായത് ഇവിടെ രണ്ടാലൊരു സ്ഥലത്ത് നമുക്ക് ലിമിറ്റ് കിട്ടിയില്ലാന്ന് കരുതുക. ഈ ലിമിറ്റ് ഇതിൽ 2 or 3 ലിമിറ്റ് പോയിന്റ്സ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റ് കിട്ടൂല. ഒരു എന്താ പറയുക, ഓസിലേറ്റിംഗ് സീക്വൻസുകളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ലിമിറ്റ് പോയിന്റ്സ് കിട്ടൂല. അവിടെ ലിമിറ്റ് പോയിന്റ്സിന്റെ സെറ്റിലെ മാക്സിമം ആണ് ലിമിറ്റ് സുപ്രീം ആയിട്ട് മാറാം. ലിമിറ്റ് സുപ്രീം എന്ന് പറഞ്ഞാൽ ലിമിറ്റ് പോയിന്റിന്റെ സെറ്റത്തെ മാക്സിമം വരും. അപ്പൊ അവിടെ ലിമിറ്റ് സുപ്രീം എക്സിസ്റ്റ് ചെയ്യും, പക്ഷെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യൂല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാതെ ലിമിറ്റ് സുപ്രീമം എക്സിസ്റ്റ് ചെയ്തിട്ട് 1/r കാണാൻ പറ്റും. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇത് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റണില്ല എന്ന് പറഞ്ഞിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, 1/r ഫൈൻഡ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യരുത്. അപ്പൊ നമ്മളെ കയ്യിൽ തെറ്റിപ്പോവും. അത് ഞാനൊരു എക്സാമ്പിൾ അവസാനം പറയാം. ആ എക്സാമ്പിൾ വരുമ്പോ മനസ്സിലാവും. നമുക്ക് ഇപ്പോ റിസൾട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഫൈൻഡ് ചെയ്യണം. നമുക്ക് ഇതിൽ ഏതെങ്കിലും റിസൾട്ട് ഉപയോഗിക്കാം. നോക്കാം. ഇത് റൂട്ടാണ്, ഇത് റേഷ്യോ മോഡലിലാണ് വരുന്നത്. ഇവിടെ റൂട്ട് എടുക്കണോണ്ട് വലിയ മെച്ചൊന്നുമില്ല. അപ്പൊ നമ്മൾ ഏത് അപ്ലൈ ചെയ്താൽ മതി, രണ്ടാമത്തെ റിസൾട്ട് ആയിട്ടുള്ള 1/r റേഷ്യോന്റെ ലിമിറ്റ് ഫൈൻഡ് ചെയ്യാം. ആൻസർ എന്ത് വരും, 1/r is equal to limit n tending to infinity modulus of an plus 1/an, which is equal to 1/r limit n tending to infinity modulus of an plus 1 എന്തായിട്ട് മാറും, 4 into n plus 1 whole power 4 minus n plus 1 whole cube plus 3 an plus 1 ആയി by an 4 n power 4 minus n cube plus 3 ഇതിന്റെ മോഡുലസ്, which is equal to limit n tending to infinity. ഇതിൽ നിന്ന് നമുക്ക് n ഔട്ട് സൈഡ് എടുക്കാം. n ഔട്ട്ക്ക് വരുമ്പോൾ n power 4 ആയിട്ട് വരും. ഇവിടുന്ന് n power ക്യൂബ് എടുക്കാം. n പുറത്തേക്ക് വരുമ്പോൾ n ക്യൂബ് വരും. ഇവിടെ ഒന്നുമില്ല. ടോട്ടലി n power 4ന് ഔട്ട് സൈഡ് എടുത്താൽ മോഡുലസ് ഓഫ് n power 4 ഫസ്റ്റ് ടേം എന്ന് വന്ന് 4 അവിടെ ഉണ്ട്. സോറി, ബ്രാക്കറ്റ് ഇവിടെ അല്ല, ബ്രാക്കറ്റ് ഇവിടെ. n power 4 വന്ന് എന്തോ ഒരു കൺഫ്യൂഷൻ നോക്കട്ടെ. n power 4 വന്ന് ബ്രാക്കറ്റ് റെഡി അല്ലേ, ബ്രാക്കറ്റ് ഇവിടെ തന്നെ. n power 4 ഔട്ട് സൈഡ് എടുത്താൽ ഇവിടെ ബാക്കി 4 ഉണ്ടാവും. 4 plus
ഇവിടെ 1/n വരും. n ഔട്ട് സൈഡ് കഴിയുമ്പോൾ ഇവിടെ ഒരു 1/n n+1 എന്ന് 4n+1 എന്നാണ് നമ്മൾ n ഔട്ട് സൈഡ് എടുത്തത്. 4 + 1/n ഹോൾ പവർ 4 മൈനസ് n+1 ഹോൾ ക്യൂബ് എന്ന് n ക്യൂബും ഈ n പവർ 4ഉം വന്നാൽ n ക്യൂബ് പുറത്തെടുത്തു. n ക്യൂബിൽ n പവർ 4 പോയാൽ ആരോടെ വരും? ഒരു 1/n അവിടെ വരും. 1/n പ്ലസ് 1/n² പ്ലസ് 3/n പവർ 4 എന്ന് എഴുതാം. ഹോൾ ഡിവൈഡഡ് ബൈ n പവർ 4 ഔട്ട് സൈഡ് എടുത്താൽ n പവർ 4 മൈനസ് 1/n പ്ലസ് 3/n പവർ 4 വരും. ഇവിടുന്ന് n പവർ 4 എടുക്കുമ്പോൾ ഒരു 1/n വരും. ഇവിടുന്ന് n പവർ 4 എടുക്കുമ്പോൾ 1/n പവർ 4 വരും. ഇയാളെ രണ്ടാളും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി. n ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ 1/n 0ലേക്ക് പോകും. ഇയാളും 0ലേക്ക് പോകും. ഇവിടെയുള്ള ടേമും 0ലേക്ക് പോകും. മുകളിൽ ആരുണ്ടോ? 4 വരും. താഴെ ഇയാളും 0ലേക്ക് ഇയാളും 0ലേക്ക് 4/4 ഈക്വൽ ടു 1 വരും. Therefore, the radius of convergence of the given series is 1/r equal to 1 will implies r equal to 1. Hence, the answer. തന്ന സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എത്ര വരും? r is equal to 1 വരും. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. Find the radius of convergence of summation n equal to 0 to infinity n power k z minus a whole power n where k belongs to n. K be any natural number. Summation n equal to 0 to infinity n power k z minus a whole power n. Answer find ചെയ്യണം. ആൻസർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി. റേഷ്യോ ഉണ്ട്, റൂട്ട് ഉണ്ട്. ഇവിടെ റൂട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും എളുപ്പം. മോഡുലസ് ഓഫ് മോഡ് റൂട്ട് അല്ല റേഷ്യോ. മോഡുലസ് ഓഫ് n+1/an വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി n+1 ആരായിട്ട് മാറും? n+1 ഹോൾ പവർ k വരും ബൈ n പവർ k വരും. അതിന്റെ മോഡുലസ് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി n+1 ഹോൾ പവർ k എന്ന് n പവർ k നെ പുറത്തെടുക്കാം. n പവർ k പുറത്ത് പോന്നാൽ n ഇവിടുന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു 1/n ഉണ്ടാവും. 1 + 1/n ഹോൾ പവർ k വരും. താഴെ ഒരു n പവർ k ഉണ്ട്. മുകളിലത്തെയും താഴത്തെയും n പവർ k ക്യാൻസൽ ചെയ്താൽ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1 + 1/n ഹോൾ പവർ k വരും. n ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ 1/n 0ലേക്ക് പോകും. വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് പിന്നെ ആരുള്ളത്? 1/n 0ലേക്ക് പോയി 1 പവർ k ഗോസ് ടു equal to 1. Therefore, this series also have radius of convergence 1. ഇതിന്റെ മീനിങ് എന്താ? റേഡിയസ് ഓഫ് കൺവേർജൻസ് 1 ആണെന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് z മൈനസ് എ ലെസ് ദാൻ 1 ആവുന്ന റീജിയനിൽ ഗിവൺ സീരീസ് എന്തായിരിക്കും? കൺവേർജന്റ് ആയിരിക്കും. മോഡുലസ് ഓഫ് z മൈനസ് എ ഗ്രേറ്റർ ദാൻ 1 ആവുന്ന റീജിയനിൽ ഗിവൺ സീരീസ് ഡൈവേർജന്റ് ആയിരിക്കും. നമ്മൾ ആദ്യം എഴുതിയ എക്സാമ്പിൾ ഏതായിരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 1. സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an z. an ആയിട്ട് ചൂസ് ചെയ്തത് നമ്മൾ 4 n പവർ 4 മൈനസ് n ക്യൂബ് പ്ലസ് 3 z പവർ n ആയി. z മൈനസ് സി ഉണ്ട്, അറിയില്ല. z മൈനസ് സി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. a എന്നുള്ളൊരു ജനറൽ പോയിന്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതാണ് നമ്മൾ ആദ്യം എഴുതിയ ക്വസ്റ്റ്യൻ. ഇതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസും 1 ആയിരുന്നു. ഇപ്പൊ ചെയ്ത ഈ ക്വസ്റ്റ്യന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസും 1 ആണ്. ഈ രണ്ട് സീരീസിലും ഈ രണ്ട് പവർ സീരീസിലും an സ്ഥലത്തുള്ള ആൾക്കാരെ നോക്കുക. ഒന്നാമത്തേല് an എഴുതി. അയാൾ ആരാണ്? ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 4n പവർ 4 മൈനസ് n ക്യൂബ് പ്ലസ് 3 ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ an ആയിട്ട് an പകരം ഞാൻ bn എഴുതി, അല്ലെങ്കിൽ an തന്നെ എഴുതാം.
ഇവിടെ മനസ്സിലാവാൻ വേണ്ടിട്ട് 1 2 എന്ന് എടുത്തു. n പവർ k. ഇയാൾക്കും എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇതെന്താ സാധനം? ഇറ്റ് ഈസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി ഫോർ വിത്ത് വേരിയബിൾ n. സാധാരണ പി ഓഫ് എക്സ് എന്നാണ് എഴുതാറ്. നമ്മള് വേരിയബിൾ n ആയതുകൊണ്ട് പി ഓഫ് n എന്ന് എഴുതി. ഇയാളോ ഈസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി k. പി ഓഫ് n ഈസ് ഈക്വൽ ടു n പവർ k. അപ്പൊ ഞാനൊരു റിസൾട്ട് ആണ് പറയാൻ പോകുന്നത്. രണ്ടിടത്തും നമ്മൾ ഒബ്സർവ് ചെയ്തു. അതായത് രണ്ട് സ്ഥലത്തും നമ്മൾ ആറായിട്ട് ആരെയാണ് കിട്ടിയത്? 1/r 1 കിട്ടി. ദാറ്റ് മീൻസ് r ഈസ് ഈക്വൽ ടു 1 കിട്ടി. രണ്ട് സ്ഥലത്തും r 1 ആണ്. രണ്ട് സ്ഥലത്തും an എന്നുള്ള സീക്വൻസിന്റെ പ്രത്യേകത രണ്ടാൾക്കാരും എന്തായിരുന്നു? പോളിനോമിയൽ സീക്വൻസുകളായിരുന്നു. അപ്പൊ പോളിനോമിയൽ സീക്വൻസ് ആണ് an എന്ന് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയസ് ഓഫ് കൺവേർജൻസ് എല്ലായ്പ്പോഴും 1 ആയിരിക്കും. റിസൾട്ട് ഇതാണ്. ഇഫ് an is a polynomial sequence, then the radius of convergence of summation n equal to 0 to infinity an z minus a whole power n is the radius of convergence r of the power series summation a n equal to 0 to infinity an z minus a whole power n is 1. That is r equal to 1. അതായത് an എന്നുള്ള സീക്വൻസ് പോളിനോമിയൽ സീക്വൻസ് ആണെങ്കിൽ അതിന്റെ റേഡിയസ് ഓഫ് കൺവെൻഷൻസ് 1 ആയിരിക്കും. ജസ്റ്റ് നമുക്ക് അതൊന്ന് പ്രൂവ് ചെയ്യാൻ നോക്കാം. റിസൾട്ട് ഞാൻ വായിക്കുന്നുണ്ട്. നമുക്ക് അതിന്റെ പ്രൂഫ് മൊത്തമായിട്ട് ഇതിൽ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതൊന്ന് വായിക്കുന്നുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an z മൈനസ് എ ഹോൾ പവർ n എന്നുള്ള ഒരു പോളിനോമിയൽ സീക്വൻസ് തന്നു. ആ പോളിനോമിയൽ സീക്വൻസ് an എന്നുള്ളത് ഒരു പവർ സീരീസ് തന്നു. അതിന്റെ സീക്വൻസ് ആയിട്ട് വരുന്നത് പോളിനോമിയൽ സീക്വൻസ് ആണ്. an ഈക്വൽ ടു പി ഓഫ് n. പി ഓഫ് n എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയൽ ആണ്. അപ്പൊ അതിനെ ഞാൻ ഒരു പോളിനോമിയൽ ഓഫ് ഡിഗ്രി സംതിങ് ആക്കിയിട്ട് എക്സ്പാൻഡ് ചെയ്തു. a0 പ്ലസ് a1 n പ്ലസ് എക്സെട്ര എ കെ എൻ പവർ കെ എന്നെടുത്തു. അതായത് കെ ഡിഗ്രി വരുന്ന ഒരു പോളിനോമിയലാണ് പി ഓഫ് എൻ എ എൻ. നമ്മുടെ 1/r കാണാനുള്ള ഫോർമുല 1/r ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡ് ഇൻടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് പോളിനോമിയൽ സീക്വൻസ് ആകുമ്പോൾ രണ്ട് പോളിനോമിയൽ സീക്വൻസിലും നമ്മൾ 1/r കാണാൻ റോട്ടിന് പകരം റേഷ്യോ ആണ് അപ്ലൈ ചെയ്തത്. റേഷ്യോ വരുമ്പോൾ നമുക്ക് എന്നിന്റെ ടേംസ് ഔട്ട് സൈഡ് എടുത്തിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. ലിമിറ്റ് n ടെൻഡ് ഇൻടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് an പ്ലസ് 1 ബൈ an വരും. ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡ് ഇൻടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് an പ്ലസ് 1 എന്ത് വരും? an പ്ലസ് 1 എന്ന് വരുമ്പോൾ n ഉള്ളതൊക്കെ n പ്ലസ് 1 ആയിട്ട് മാറും. a0 പ്ലസ് a1 n പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് ak n പ്ലസ് 1 ഹോൾ പവർ k വരും. ഹോൾ ഡിവൈഡഡ് ബൈ a0 പ്ലസ് a1 n പ്ലസ് എക്സെട്ര പ്ലസ് ak n പവർ k വരും. ഇതാണ് നമ്മളുടെ ഗിവൺ പോളിനോമിയൽ സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള an പ്ലസ് 1 ബൈ an, which is equal to limit n tending to infinity modulus of ഈ ടേമിൽ നിന്ന് ആര് ഔട്ട് സൈഡ് എടുക്കാം? n ഔട്ട് സൈഡ് എടുക്കാം. ഈ ടേമിൽ നിന്ന് n പുറത്തേക്ക് വരുമ്പോൾ n പ്ലസ് 1 എന്നൊരു n പുറത്തേക്ക് വരുമ്പോൾ n പവർ k ആയിട്ട് പുറത്തേക്ക് വരും. അപ്പൊ അതിനൊന്ന് മാറ്റി എഴുതിയാല് a0 പ്ലസ് a1 n 1 പ്ലസ് 1 ബൈ n പ്ലസ് എക്സെട്ര പ്ലസ് ak n പവർ k 1 പ്ലസ് 1 ബൈ n ഹോൾ പവർ k ഹോൾ ഡിവൈഡഡ് ബൈ അതേപോലെ താഴത്തെ ടേമിന് അതേപോലെ തന്നെ റിട്ടേൺ ചെയ്യുക. a0 പ്ലസ് a1 n പ്ലസ് എക്സെട്ര ak n പവർ k. ഇനി ഈ എല്ലാ ടേമൊന്നും ഡിനോമിനേറ്ററിലുള്ള സമ്മിലുള്ള ഓരോ ടേമിലും ടോട്ടലി n പവർ k പുറത്തേക്ക് വരുമ്പോ അതിന്റെ തൊട്ടു മുന്നിലുള്ളതിൽ എന്തായിട്ട് മാറും? n പവർ k മൈനസ് 1 ആയിക്കാരം. അപ്പൊ അടിക്ക് ഒരാൾ വരും. ഫസ്റ്റത്തിൽ എന്താണ്? n പവർ k തീരില്ല. അപ്പൊ ഇയാൾ ആരായിട്ട് മാറും? a0 ബൈ n പവർ k ആയിട്ട് മാറും. ഇവിടെ a1 ബൈ n പവർ k മൈനസ് 1 ആയിട്ട് മാറും. ഇതേപോലെ തന്നെ ഇവിടെയും വരും. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു a0
എൻ പവർ കെ പുറത്തെടുത്തു. എൻ പവർ കെ പുറത്തെടുത്താൽ എൻ പവർ കെ ആരെ പുറത്തെടുത്തു? എ നോട്ട് ബൈ എൻ പവർ കെ വരും മുകളില്. അടുത്തത് A1 ബൈ എൻ പവർ കെ മൈനസ് 1 ഇൻറ്റു 1 പ്ലസ് 1 ബൈ എൻ വരും. പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടേമിൽ ആര് വരും? എൻ പവർ കെ പോന്നാല് എ കെ 1 പ്ലസ് 1 ബൈ എൻ ഹോൾ പവർ കെ വരും. ബൈ ഡിനോമിനേറ്റർ എങ്ങനെ വരും? എൻ പവർ കെ പുറത്തേക്ക് വന്നാല് എൻ പവർ കെ പുറത്തേക്ക് വന്നു. ഇതിന്റെ പുറത്തൊരു ലിമിറ്റ് ഉണ്ട്, ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എന്നുണ്ട്. എൻ പവർ കെ പുറത്തേക്ക് വന്നു. എൻ പവർ കെ പുറത്തേക്ക് വന്നാല് എ നോട്ട് A1 ബൈ എൻ പവർ കെ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടേം എന്ത് വരും? എ കെ വരും. ലിമിറ്റ് വാല്യൂറ്റ് ചെയ്യാം. ഈക്വൽ ടു എൻ പവർ കെനെ ക്യാൻസൽ ചെയ്യാം. എ നോട്ട് ബൈ എൻ പവർ കെ, A1 ബൈ എൻ പവർ കെ മൈനസ് 1. അവസാനത്തെ ടേമിന്റെ തൊട്ട് മുന്നുള്ളത്തെ ടേമിൽ ആരുണ്ടാവും? 1 ബൈ എന്നിന്റെ ടേം ഉണ്ടാവും. അപ്പൊ അവസാനത്തതിന് മുന്നുള്ള എല്ലാവരും എന്ത് ചെയ്യും? സീറോയിലേക്ക് പോകും. അതേപോലെ ഡിനോമിനേറ്ററിലും എന്തുണ്ട്? എ നോട്ട് ബൈ എൻ പവർ കെ അല്ലേ? എ നോട്ട് ബൈ എൻ പവർ കെ, A1 ബൈ എൻ പവർ കെ മൈനസ് 1. കെ മൈനസ് 1ന്റെ ടേമിൽ എന്തുണ്ടാവും? 1 ബൈ എന്നിന്റെ ടേം ഉണ്ടാവും. അപ്പൊ ഇതിന്റെ തൊട്ട് മുന്നുള്ള ടേം, എ കെന്റെ തൊട്ട് മുന്നുള്ള ടേം വരെയുള്ള എല്ലാവരും എങ്ങോട്ട് അപ്രോച്ച് ചെയ്തോളും? 1 ബൈ എൻ പവർ കെകളൊക്കെ സീറോയിലേക്ക് പോകുന്നത് പ്രകാരം ഇവരൊക്കെ സീറോയിലേക്ക് പോകും. അപ്പൊ ബാക്കി ആരെ ഉണ്ടാവുള്ളൂ? ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി. മുകളിൽ ആരുണ്ട്? എ കെ ഉണ്ട്. താഴെ ആരുണ്ട്? എ കെ ഉണ്ട്. ഈക്വൽ ടു എ കെനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? എ കെ എന്താ സാധനം? എ കെ ഈസ് ഈക്വൽ ടു എൻ പവർ കെന്റെ കോയിഫിഷ്യന്റ് ആണ്. പി ഓഫ് എൻ എന്തായിരുന്നു? കെ ഡിഗ്രി ഉള്ള പോളിനോമിയലാണ്. പി ഓഫ് എൻ എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ ഓഫ് ഫൈനൈറ്റ് ഡിഗ്രി പറയണം. കെ ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയലാണ് പി ഓഫ് എൻ. അപ്പൊ എ കെ എന്തായാലും എന്തായിരിക്കണം? നോൺ സീറോ ആയിരിക്കണം. എ കെ നോൺ സീറോ ആണ്. ക്യാൻസൽ ചെയ്യാം. ഈക്വൽ ടു 1. അപ്പൊ ആദ്യത്തെ രണ്ട് ക്വസ്റ്റനിൽ നമ്മൾ പറഞ്ഞിരുന്നു രണ്ടിന്റെയും പവർ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവെർജൻസ് 1 ആണ് കിട്ടിയത്. രണ്ടിന്റെയും ടേംസുകളിൽ നമുക്ക് കിട്ടിയ സീക്വൻസ് എൻ എന്നുള്ള സീക്വൻസ് രണ്ടും പോളിനോമിയൽ സീക്വൻസ് ആയിരുന്നു. പോളിനോമിയൽ സീക്വൻസ് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ റേഡിയസ് ഓഫ് കൺവെർജൻസ് ഫൈൻഡ് ചെയ്തു. പോളിനോമിയൽ സീക്വൻസ് ആണെങ്കിൽ ആ ഒരു റിസൾട്ട് ആണ് സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an z മൈനസ് എ ഹോൾ പവർ n എന്നുള്ള പവർ സീരീസിന്റെ an എന്നുള്ളത് പോളിനോമിയൽ സീക്വൻസ് ആണെങ്കിൽ ആ പവർ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവെർജൻസ് 1 ആയിരിക്കും. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം. മൂന്നാമത്തത് ഫൈൻഡ് ദ പവർ റേഡിയസ് ഓഫ് കൺവെർജൻസ് കാണാനുള്ള ചോദ്യം തന്നെയാണ്. സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an z പവർ n. a എന്നുള്ള പോയിന്റ് 0 ആണ്. where an is the sequence an ഈക്വൽ ടു n by 4n square plus 1. അപ്പൊ അതിന്റെ ആൻസർ കാണണം. ആൻസർ കാണാൻ വേണ്ടിയിട്ട് റേഷ്യോ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. 1 by r is equal to ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് an പ്ലസ് 1 by an ഈക്വൽ ടു എന്ത് വരും? ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി an പ്ലസ് 1 ആരായിട്ട് മാറും? n പ്ലസ് 1 by 4 n സ്ക്വയർ പ്ലസ് 1 n പ്ലസ് 1 by 4 n plus 1 whole square plus 1 into by an ചെയ്യുന്നത് തിരിഞ്ഞു വരും. 4n square plus 1 by n equal to n plus 1 എന്നൊരു n പുറത്തെടുത്താൽ n വരും. 1 plus 1 by n into
4n² + 1 എന്നൊരു n² പുറത്തെടുത്താൽ n² n കൂടി n³ ആയിട്ട് മാറും ഇൻറ്റു 4 + 1/n² ഹോൾ ഡിവൈഡഡ് ബൈ 4n + 1 ഹോൾ സ്ക്വയർ എന്ന് n പുറത്തെടുക്കുമ്പോൾ സ്ക്വയർ ആയിട്ട് പുറത്തേക്ക് വരും n² ഉണ്ടാവും n² 4 ഇൻറ്റു 1 + 4n + 1 ഹോൾ സ്ക്വയർ എന്ന് n പുറത്തേക്ക് കൊടുക്കുമ്പോൾ n² വരും 4 ഇൻറ്റു 1 + 1/n ഹോൾ സ്ക്വയർ 1 + 1/n ഹോൾ സ്ക്വയർ പ്ലസ് 1 വരും. ഇനി ഈ ടേം ടോട്ടലി n² പുറത്തെടുത്താൽ ആ n² ഈ n കൂടി ആരായിട്ട് മാറും n³ ആയിട്ട് മാറും n³ 1 + 1/n² ആയിട്ട് മാറും. n³ ക്യാൻസൽ ചെയ്തു. ലിമിറ്റ് കൊടുക്കുമ്പോൾ ലിമിറ്റ് n → ∞ ഇവിടെ എഴുതിയിട്ടില്ല എന്നുള്ളൂ. ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/n 0ലേക്ക് പോകും 1/n² 0ലേക്ക് 1/n² 1/n 0ലേക്ക് പോകും. ഈ ടോട്ടൽ ക്വാണ്ടിറ്റി 1ലേക്ക് വരും. മുകളിൽ ഒരു 4 ഉണ്ട് താഴെ ഒരു 4 ഉണ്ട് 4/4 = 1 വരും. ഇപ്പൊ ഞാൻ ചെയ്ത ക്വസ്റ്റ്യനിലും അതേപോലെ കഴിഞ്ഞ 2 എക്സാമ്പിളിൽ ഫസ്റ്റത്തെ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ n⁴ പറഞ്ഞു. ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ 4n⁴ -n³ + 3 ആണ് പറഞ്ഞതെന്നാണ് തോന്നുന്നത്. n⁴ 4n⁴ -n³ + 3. ഈ 2 എക്സാമ്പിളിലും നമ്മൾ റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് n⁴ നമുക്ക് പെട്ടെന്ന് പറയാം n+1 ഹോൾ പവർ k/n⁴ എന്നാണ് വന്നിരുന്നത്. താഴത്തെ n-ന്റെ മാക്സിമൽ ഡിഗ്രി താഴത്തെ n-ന്റെ ഡിഗ്രി k ആണ്. എല്ലാ ടേംസും കൂടി ഔട്ട്സൈഡ് എടുക്കുമ്പോൾ k ആണ്. ഇവിടെയും n-ന്റെ മാക്സിമൽ ഡിഗ്രി k ആണ്. അപ്പൊ n⁴ ടേം കൊണ്ട് പുറത്തേക്ക് എടുത്താല് പിന്നെ ബാക്കിയുള്ളതിലൊക്കെ എന്തുണ്ടാവും 1/n പ്രസൻസ് ഉണ്ടാവും. അപ്പൊ 1/n പ്രസൻസ് ഉണ്ടാവുമ്പോ ഓരോക്കെ എന്തായി മാറിക്കോളും 0 ആയി മാറിക്കോളും. അതുകൊണ്ട് ടോട്ടലി അയാൾ എന്തിലേക്ക് പോകുന്നു പറയാം 1ലേക്ക് പോകുന്നു പറയാം. അപ്പൊ ആ ഒരു രൂപത്തിൽ നമുക്ക് ചെയ്യാതെ പെട്ടെന്ന് ഒരു സ്റ്റെപ്പ് എഴുതി കണ്ട് തന്നെ നേരെ ആ ഒരു ടേംസ് ഇങ്ങോട്ട് കളക്ട് ചെയ്ത് കണ്ട് ഈ ഡിസ്ക്രൈബ് ആയിട്ട് എഴുതണം എന്നില്ല. ഇത് എഴുതിയാൽ തന്നെ നമുക്ക് ഇത് നോക്കിയിട്ട് n³ പുറത്ത് കയറുമ്പോൾ ഇയാൾ 0ലേക്ക് പോകണം എന്നുള്ള രൂപത്തിൽ ഇയാളൊക്കെ 0ലേക്ക് പോകും. അപ്പൊ ബാക്കി 4/4 1ലേക്ക് വരും എന്നുള്ളത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതണം എന്നില്ല. എഴുതാതെ തന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയും. പിന്നീട് ഈ ക്വസ്റ്റ്യനിൽ നോക്കാം. ഇവിടെ നമുക്ക് തന്നത് സമ്മേഷൻ n = 0 to infinity an z⁴n ആണ്. an ആരാണ് n/4n² + 1. കഴിഞ്ഞ ഒരു റിസൾട്ട് ആയിട്ട് ഞാൻ പറഞ്ഞു an എന്നുള്ള സീക്വൻസ് പോളിനോമിയൽ സീക്വൻസ് ആണെങ്കിൽ അതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്തേക്കാരം 1 ആയിക്കാരം. ഇനി ഒരു റിസൾട്ട് പറയാം. സമ്മേഷൻ n = 0 to infinity an z - a ഹോൾ പവർ n എന്നുള്ള ഒരു പവർ സീരീസ് നമുക്ക് തന്നു എന്ന് കരുതാം. ഏതോ ഒരു ജനറൽ പവർ സീരീസ് ആണ്. ആ പവർ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് 6 ആണെന്ന് ഗിവൺ ആണ്. അതായത് ഒരു പവർ സീരീസ് നമുക്ക് നോൺ ആണ്. നോൺ ആയിട്ടുള്ള ഒരു പവർ സീരീസ് ഉണ്ട്. ആ പവർ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് 6 ആണ്. അങ്ങനെയാണെങ്കിൽ ദെൻ സമ്മേഷൻ n = 0 to infinity an/r z - a ഹോൾ പവർ n-ന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസും സമ്മേഷൻ n = 0 to infinity an r അല്ല ബൈ p of n an into p of n z - a ഹോൾ പവർ n-ന്റെ പവർ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസും 6 തന്നെ ആയിരിക്കും. എന്താ പറഞ്ഞത്? ഏതെങ്കിലും ഒരു ഗിവൺ നോൺ ആയിട്ടുള്ള ഒരു പവർ സീരീസ് ഉണ്ട്. അതായത് റേഡിയസ് ഓഫ് കൺവേർജൻസ് നോൺ ആയിട്ടുള്ള ഒരു പവർ സീരീസ് നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിന്റെ an എന്നുള്ള സീക്വൻസിനെ ഒരു പോളിനോമിയൽ സീക്വൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഒരു പോളിനോമിയൽ സീക്വൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതിന്റെ പവർ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസിന് എന്ത് വരൂല? ഒരു ചേഞ്ചും വരൂല. അപ്പൊ ഇവിടെ നോക്കുക, an എന്നുള്ളത് n/4n² + 1 ആണ്. അതിൽ ഈ 4n² + 1 എന്നുള്ള സാധനത്തിന് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പൊ an അതായത് നമ്മൾ ഈ സാധനത്തിന് ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്യാണ്. ഒരു പവർ സീരീസ് ഇതിന് കറസ്പോണ്ടിങ് എടുക്കുക. സമ്മേഷൻ n = 0 to infinity n × z⁴n എന്നുള്ള പവർ സീരീസ് എടുത്തു. n × z⁴n an ആണ്. an പോളിനോമിയൽ സീക്വൻസ് ആയതുകൊണ്ട് അതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്തായിരിക്കും? 1 ആയിരിക്കും. അതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഗിവൺ ആണ്. അപ്പോൾ താഴെയുള്ള സാധനത്തിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് കാണാൻ വേണ്ടി ടോട്ടലി ഇതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് കാണാൻ വേണ്ടിയിട്ട് ഈ റിസൾട്ട് പ്രകാരം
പി ഓഫ് എൻ ആണ്, ഒരു പോളിനോമിയൽ സീക്വൻസ് ആണ് ഇയാള്. പി ഓഫ് എൻ ആണ്, പോളിനോമിയൽ ആണ്. പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റേഡിയസ് ഓഫ് കൺവേർജൻസിന് എന്ത് വരൂല? ചേഞ്ച് വരൂല. അപ്പൊ അതായത് ഈ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി n ഇൻറ്റു സെഡ് പവർ n എന്നുള്ള പവർ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് നമുക്ക് അറിഞ്ഞാൽ മതി. ഇതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് 1 ആണ്, കാരണം ഇയാൾ പോളിനോമിയൽ സീക്വൻസ് ആണ്. ഇതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് അറിയാണെങ്കിൽ അതിനെ പി ഓഫ് എൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസും കിട്ടും. അപ്പൊ ഈ റിസൾട്ട് ഓർത്തിരിക്കുക. പോളിനോമിയൽ സീക്വൻസ് കൊണ്ട് എ എന്നിനെ മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്താലും അതിന്റെ റേഡിയസ് ഓഫ് അതായത് സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി a n z മൈനസ് a റൈസ് ടു n എന്നുള്ള സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസിന് എന്ത് വരില്ല? ഒരു ചേഞ്ചും വരൂല. അപ്പൊ ആ റിസൾട്ട് ഒന്ന് ഓർത്തിരിക്കുക. ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് ദ പവർ സീരീസ് സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി a n z പവർ n where a n ഈക്വൽ ടു I into 2 power n if n is even and minus of 3 power n if n is odd. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ എഴുതിയത് n എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്തിരിക്കണ ഈവൻ ഫംഗ്ഷനും ഓഡ് ഫംഗ്ഷനും ആകുമ്പോൾ, അതായത് n ഈവനും n ഓഡ് നമ്പറും ആവുന്നതിനനുസരിച്ച് n ടേംസ് മാറും. ഇവിടെ നമുക്ക് റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നല്ലത് റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും. കാരണം മോഡ് an പവർ 1/n അപ്ലൈ ചെയ്യാനാണ്. അപ്പൊ n/n ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് ലിമിറ്റ് പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാം. അപ്പൊ ആൻസർ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി മോഡ് an പവർ 1/n ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി മോഡ് an പവർ 1/n. സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. ഇയാളെ മോഡ് an പവർ 1/n ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ടോട്ടലി മോഡ്ലെസ് കൊടുക്കുമ്പോൾ മോഡ് എ ബിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. മോഡ് എ ഇൻറ്റു മോഡ് ബി എന്നുള്ള രൂപത്തിൽ എഴുതാം. മോഡ്ലെസ് ഓഫ് ഐ 1 ആയിട്ട് മാറും. മോഡ് 2 പവർ എന്നിന് n/1/n ചെയ്യുമ്പോൾ മോഡ് 2 പവർ n/n വരും, 2 വരും. ഈഫ് n ഈസ് ഈവൻ. ഇനി ഇവിടെ മോഡ്ലെസ് കൊടുക്കുമ്പോൾ -3 മാറിയിട്ട് പോസിറ്റീവ് ആയിട്ട് മാറും. മോഡ് 3 പവർ n/n വരും, 3 വരും. 3 ഈഫ് n ഈസ് ഓഡ്. ഇതിന്റെ അർത്ഥം എന്താ? മോഡ് an പവർ 1/n ലിമിറ്റ് n ഈവനും ഓഡും ആവുന്നതിനനുസരിച്ച് 2ഉം 3ഉം വരുന്നു. അപ്പോ ഈ സീക്വൻസ് മോഡ് an എന്നുള്ളത് I into 2 പവർ -3 പവർ എന്നുള്ള ഗിവൺ സീക്വൻസ് ആണ്. ആ സീക്വൻസിന്റെ ലിമിറ്റ് പോയിന്റിന്റെ സെറ്റിൽ ആരൊക്കെ വരും? 2ഉം വരും, 3ഉം വരും. ഇതിലെ മാക്സിമം നമ്പർ ആരാ? ലിമിറ്റ് പോയിന്റ് സെറ്റത്തെ മാക്സിമം ആണ് ആരായിട്ട് വരിക? ലിമിറ്റ് സുപ്രീം ആയിട്ട് വരിക. അപ്പൊ ലിമിറ്റ് സുപ്രീമം ഓഫ് മോഡ് an പവർ 1/n ആരായിട്ട് മാറും? 3 ആയിട്ട് മാറും. ഇയാളാരാ? 1/r ഈക്വലാ. 1/r is equal to 3 will implies r equal to 1/3. അതിന്റെ അർത്ഥം എന്താ? മോഡ് z ലെസ് ദാൻ 1/3 ആവുന്ന റീജിയനിൽ കൺവേർജന്റ് ആയിരിക്കും. മോഡ് z ഗ്രേറ്റർ ദാൻ 1/3 ആവുന്ന റീജിയനിൽ ഡൈവേർജന്റും ആയിരിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മോഡ്ലെസ് ഓഫ് an പ്ലസ് 1/an ലിമിറ്റോ അല്ലെങ്കിൽ മോഡ് an പവർ 1/n ലിമിറ്റോ ഫൈൻഡ് ചെയ്തിട്ട് അയാളായിരിക്കും 1/r എപ്പോ ഈ ലിമിറ്റ് പ്രൊവൈഡഡ്. അതായത് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതിയപ്പോ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു പ്രൊവൈഡഡ് ദ ലിമിറ്റ് എക്സിസ്റ്റ്. അപ്പൊ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്ത കേസിൽ നമ്മൾ ഇവിടെ എത്തിയിട്ട് 2 ലിമിറ്റ് കിട്ടി. ഇത് നിങ്ങൾ ഈക്വൽ ടു 2,3 എന്ന് എഴുതിയിട്ട് ഇവിടെ എഴുതിയിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് 1/r ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ടില്ല എന്നുള്ളതാണ് സാധനം. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കുക. ഇത് എക്സിസ്റ്റ് ചെയ്യണം എന്നില്ല, എപ്പോഴും നിർബന്ധമില്ല. എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാള് ലിമിറ്റ് സുപ്രീമത്തിന് ഈക്വൽ ആയിരിക്കും. കാരണം എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ലിമിറ്റ് പോയിന്റ് യൂണീക്ക് ആയിട്ട് മാറും.
ലിമിറ്റ് പോയിന്റിന്റെ സെറ്റത്തെ മാക്സിമം ആണ് ലിമിറ്റ് സുപ്രീം. അപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ലിമിറ്റ് പോയിന്റ് യൂണീക്ക് ആകുമ്പോൾ ലിമിറ്റ് സുപ്രീം ആയിട്ട് മാറും. ലിമിറ്റ് സുപ്രീം 1/r ഈക്വൽ ആണ്. അതേപോലെ തന്നെ മറ്റാളെ കേസും പറയാം. മറ്റാളെ കേസ് എന്ന് പറഞ്ഞാല് മോഡ് an പവർ 1/n ന്റെ ലിമിറ്റും മോഡ് an+1/an തമ്മിലുള്ള റിലേഷൻ രണ്ട് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവ ഈക്വൽ ആയിരിക്കും. എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഈക്വൽ ആവണമെന്ന് നിർബന്ധമില്ല. കാരണം ഇതേപോലെ ഇപ്പൊ ലിമിറ്റ് സുപ്രീം എക്സിസ്റ്റ് ചെയ്തതുപോലെ നേരത്തെ ഓരോരുത്ത് ഇയാൾ എക്സിസ്റ്റ് ചെയ്യും, പക്ഷെ ഇയാൾ എക്സിസ്റ്റ് ചെയ്യൂല. ലിമിറ്റ് മോഡ് an+1/an ഇത് എക്സിസ്റ്റ് ചെയ്യൂല, ഇത് എക്സിസ്റ്റ് ചെയ്യും. അത്തരത്തിലുള്ള എക്സാമ്പിൾ ഉണ്ട്. അപ്പൊ ഇയാള് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇയാളും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടാളും ഈക്വൽ ആയിരിക്കും. രണ്ടാളും ഈക്വൽ ആയാൽ അയാൾ ലിമിറ്റ് സുപ്രീമത്തിന് ഈക്വൽ ആയിരിക്കും, 1/r ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ എക്സാമ്പിളും ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഒരു 2 ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതാം, അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അത് ട്രൈ ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിന്റെ ആൻസർ പറ്റുകയാണെങ്കിൽ അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് അതിന്റെ ആൻസർ ഒന്ന് അടുത്ത ക്ലാസ് തുടങ്ങുന്നതിന് മുന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. ആ 2 ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ എഴുതിയെടുക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ക്വസ്റ്റ്യൻ തരാം. ക്വസ്റ്റ്യൻസ് വരുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റേഡിയസ് ഓഫ് കൺവെർജൻസ് കാണാം, അല്ലെങ്കിൽ റീജിയൻ ഓഫ് കൺവെർജൻസ് കാണാം, എന്തായാലും കുഴപ്പമില്ല. സീരീസ് ഇതാണ്. സമ്മേഷൻ n = 0 to infinity 1/3 + i whole power n into z power 3n. രണ്ടാമത്തെ സീരീസ് സമ്മേഷൻ n = 1 to infinity n+1/n factorial z power n³. ഈ രണ്ട് സാധനത്തിന്റെയും റേഡിയസ് ഓഫ് കൺവെർജൻസ് ഒന്ന് ഫൈൻഡ് ചെയ്യുക. പണ്ടെന്തോ കുട്ടികൾ തമാശക്ക് പറഞ്ഞ കാര്യമാണെങ്കിൽ എന്താ പറയാ, മാത്തമാറ്റിക്സ് ടീച്ചേഴ്സിന്റെ ഒരു പ്രത്യേകതയാണ്, ചെറുതൊക്കെ നമുക്ക് ക്ലാസ് നിന്ന് ചെയ്തു തരും, വലുത് നേരെ ഹോംവർക്കും തരും. അതേപോലെയാണെന്ന് വിചാരിക്കേണ്ട. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അപ്പൊ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്യുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.